നമസ്കാരം. ഇന്ന് ഇതുവരെയുള്ള വാർത്തകളൊപ്പം ഇപ്പോൾ സംഭവിക്കുന്ന വാർത്തകൾ പ്രേക്ഷകരിലേക്ക് അപ്പപ്പോൾ എത്തിക്കുന്ന വാർത്താമഴ ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ കേസ് കോടതി പരിഗണിക്കുകയാണ്. ജയിൽ മോചനത്തിനുള്ള ഉത്തരവ് ഇന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ജയിൽ മോചനത്തിനായുള്ള കാത്തിരിപ്പിലാണ് അബ്ദുൾ റഹീമിന്റെ കുടുംബവും മലയാളികളും. സൗദിയിൽ നിന്ന് ജലീൽ കണ്ണമംഗലം, ഒപ്പം അബ്ദുൾ റഹീമിന്റെ വസതിയിൽ നിന്ന് രാഹുൽ സുരേഷ് എന്നിവർ തത്സമയം. ആദ്യം സൗദിയിലേക്ക്. ജലീൽ, ഇപ്പോൾ കേസ് പരിഗണിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? ഇന്ന് മോചന ഉത്തരവ്, അതിനായി കാത്തിരിക്കുകയാണ് നമ്മളെല്ലാവരും. അനുജ, കഴിഞ്ഞ 18 വർഷത്തോളമായി സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന്റെ മോചന ഉത്തരവ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കോടതി, റിയാദിലെ ക്രിമിനൽ കോടതി കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. സൗദി സമയം 10 മണിക്ക് ശേഷം, അതായത് ഇന്ത്യൻ സമയം ഏതാണ്ട് 12:30-ക്ക് ശേഷമാണ് കോടതി കേസ് പരിഗണിച്ച് തുടങ്ങിയത്. നടപടിക്രമങ്ങൾ കഴിഞ്ഞതിന് ശേഷമായിരിക്കും വിവരങ്ങളെല്ലാം ലഭിക്കുക. ഇന്ന് കോടതി കേസ് പരിഗണിക്കുമ്പോൾ ജയിൽ മോചന ഉത്തരവ് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ. നമുക്കറിയാം, കഴിഞ്ഞ നവംബർ 17-ാം തീയതി കോടതി കേസ് പരിഗണിച്ചിരുന്നു. ആ സമയത്ത് മോചന ഉത്തരവ് പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ മോചന ഉത്തരവ് അന്ന് ഉണ്ടായില്ല. പകരം കേസ് ഡിസംബർ 8-ലേക്ക്, അതായത് ഇന്നത്തേക്ക് നീട്ടിവെക്കുകയായിരുന്നു ചെയ്തത്. കോടതിയിൽ ഈ അബ്ദുറഹീമിന്റെ അഭിഭാഷകനായ ഒസാമ അബു ഫൈസൽ, അതോടൊപ്പം തന്നെ എംബസി പ്രതിനിധി യൂസുഫ് കാക്കഞ്ചേരി, പവർ ഓഫ് അറ്റോർണിയായ സിദ്ദീഖ് തൂർ എന്നിവർ കോടതിയിൽ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അബ്ദുറഹീമിനെയും ഓൺലൈൻ വഴി ഹാജരാക്കാനുള്ള സാധ്യത ഉണ്ട്. കഴിഞ്ഞ ജൂലൈ 2-ന് അബ്ദുറഹീമിന്റെ വധശിക്ഷ കോടതി റദ്ദാക്കിയിരുന്നെങ്കിലും മോചനം സാധ്യമായിട്ടില്ല. കാരണം ഈ പ്രൈവറ്റ് ഓഫൻസുമായി ബന്ധപ്പെട്ട കേസിൽ ആണ് തീർപ്പായത്. എന്നാൽ പബ്ലിക് ഓഫൻസുമായി ബന്ധപ്പെട്ട കേസ് തീർപ്പാകാത്തതിനാലാണ് മോചനം ഇത്രയധികം നീണ്ടു പോയത്. ആ കേസ് ഇന്നത്തോടു കൂടി അവസാനിക്കും എന്നാണ് പ്രതീക്ഷ. അങ്ങനെ ആ കേസ് തീർപ്പാകുകയും അബ്ദുറഹീമിന്റെ മോചന ഉത്തരവ് കോടതിയിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്താൽ മേൽക്കോടതിയുടെ അനുമതി, അതോടൊപ്പം തന്നെ റിയാദിലെ ഗവർണറേറ്റിന്റെ അനുമതിയും കിട്ടിക്കഴിഞ്ഞാൽ അബ്ദുറഹീമിന് നാട്ടിലേക്ക് മടങ്ങാം. നാട്ടിലേക്ക് മടങ്ങാനുള്ള ഔട്ട് പാസ് യാത്രാ രേഖകളെല്ലാം ഇന്ത്യൻ എംബസി തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട്. അനുജ, അതാണ് ആ കോടതി ഉത്തരവിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. അബ്ദുൾ റഹീമിന്റെ വസതിയിൽ ഇപ്പോൾ രാഹുൽ സുരേഷ് ഉണ്ട്. രാഹുൽ, എന്താണ് കുടുംബാംഗങ്ങളുടെ പ്രതീക്ഷ? നമ്മളൊക്കെ പറയുന്നത് പോലെ ഇന്ന് മോചന ഉത്തരവ് ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ തന്നെയല്ലേ കുടുംബാംഗങ്ങളും? അനുജ, അബ്ദുൾ റഹീമിന്റെ കാടാമ്പുഴയിലെ വീട്ടിലാണ് നമ്മളുള്ളത്. കേസ് അവിടെ റിയാദിലെ ക്രിമിനൽ കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാൻ വേണ്ടി ഇവിടെയുള്ള ആളുകൾ കാത്തിരിക്കുകയാണ്. അബ്ദുൾ റഹീമിന്റെ കുടുംബാംഗങ്ങളുണ്ട്, നാട്ടുകാരുണ്ട്, റഹീം നിയമസഹായ സമിതി അംഗങ്ങളുണ്ട്. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട കുറേയധികം ആളുകൾ ഈ വീട്ടിൽ മോചന ഉത്തരവിനായി കാത്തിരിക്കുകയാണ്. ഇന്ത്യൻ സമയം 12:30 കൂടിയാണ് കേസ് അവിടെ പരിഗണിച്ചത്. ഈ കോടതി നടപടികൾ മുഴുവനായി പൂർത്തിയായാൽ മാത്രമാണ് അതിന്റെ വിവരങ്ങൾ പുറത്തേക്ക് വരികയുള്ളൂ. നമുക്ക് ഇവിടെ നിന്നും ലഭിക്കുന്ന വിവരം അനുസരിച്ച് അഡ്വക്കേറ്റ് റെന, അബ്ദു ഫൈസൽ തുടങ്ങി 2 അഭിഭാഷകരാണ് റഹീമിന് വേണ്ടി ഹാജരായിട്ടുള്ളത്. അതുമാത്രമല്ല, എംബസി ഉദ്യോഗസ്ഥനായിട്ടുള്ള യൂസഫ് കാക്കഞ്ചേരി, പവർ ഓഫ് അറ്റോർണി സിദ്ദീഖ് തൂവൂർ തുടങ്ങി മറ്റ് 2 പേർ കൂടി, അങ്ങനെ 4 പേരാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നടപടികൾക്കായി എത്തിയിട്ടുള്ളത്. പരമാവധി 1 മണിക്കൂറിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വിവരങ്ങൾ പുറത്തേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏറെ നാളായുള്ള കാത്തിരിപ്പാണ് ഈ അബ്ദുൾ റഹീമിന്റെ ജയിൽ മോചനം എന്നത്. നേരത്തെ പലതവണ കേസ് പരിഗണിച്ചപ്പോഴും വിവിധ കാരണങ്ങളാൽ ആ കേസ് മാറ്റിവെക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോഴാണ് അന്തിമ ഉത്തരവിനായി ഡിസംബർ 8-ലേക്ക് കേസ് മാറ്റിവെക്കുന്നു എന്ന കാര്യം റിയാദിലെ ക്രിമിനൽ കോടതി അറിയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള കാത്തിരിപ്പിലാണ് ഇവിടെയുള്ള ആളുകൾ. അല്പസമയത്തിനുള്ളിൽ ഈ മോചന ഉത്തരവ് പുറത്തേക്ക് വന്നാൽ അതിനുശേഷം കുടുംബാംഗങ്ങൾ പ്രതികരിക്കാമെന്നാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. അനുജ, അതാണ്, കുടുംബാംഗങ്ങൾ പ്രതീക്ഷയിലാണ്. നേരത്തെയൊക്കെ അവർ നമ്മളോട് സംസാരിക്കുമ്പോൾ ഇന്ന് മോചന ഉത്തരവുണ്ടാകും, അധികം വൈകാതെ തന്നെ അബ്ദുൾ റഹീം നാട്ടിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷ പ്രകടിപ്പിച്ചിട്ടുണ്ട്. 6ാം വാർഷികാഘോഷം പ്രേക്ഷകർക്കൊപ്പം ഗംഭീരമാക്കിയിരിക്കുകയാണ് 24. ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്ത് പുതിയ കാലത്തിന്റെ മാറ്റങ്ങൾ സാധ്യമാക്കി 24 ഇനിയും മുന്നോട്ട്. ഹലോ, ഗുഡ് മോർണിംഗ്. ലോകമെമ്പാടും ഇരുന്ന് ഈ 6ാം വാർഷിക ദിനം നിൽക്കുന്ന 24ന്റെ ഈ പ്രഭാത സംപ്രേഷണം കാണാൻ തയ്യാറായിരിക്കുന്ന എല്ലാ പ്രേക്ഷകരെയും വർദ്ധിത വീര്യത്തിൽ വളരെ ആത്മാർത്ഥതയോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. 2018 ഡിസംബർ 8-ാം തീയതി രാവിലെ ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഏറ്റവും വലിയ സന്തോഷത്തിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന്. 6 കൊല്ലം കഴിയുമ്പോഴും അതേ സന്തോഷത്തിൽ പ്രേക്ഷകരോട് ഞാൻ സംസാരിക്കുന്നു. പ്രേക്ഷകർ ഒരുപാട് വളർന്നു, 24ഉം ഒരുപാട് വളർന്നു. മണിയുടെ 12K വിസ്താര സ്റ്റുഡിയോയിൽ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരുടെ നേതൃത്വത്തിൽ അവതാരകർ അണിനിരന്നു.
6 വർഷത്തെ 24-ന്റെ യാത്രയെ ചേർത്തു നിർത്തിയ പ്രേക്ഷകർക്കുള്ള കാഴ്ചാ വിരുന്നായിരുന്നു ഇന്നത്തെ ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ. കസ്തൂരി എന്റെ കസ്തൂരി അഴകിന് ശിങ്കാരി കളിയാടാൻ വാ മച്ചാനെ പൊന്നു മച്ചാനെ മിൻവിരി മാറത്ത് പടരാൻ മോഹം. 6ാം വാർഷിക വേളയിൽ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ഗോപിക്ക് എന്താ പറയാൻ? നമ്മുടെ ഉത്തരവാദിത്തം കൂടി വരുന്നു ഓരോ വർഷം കഴിയുന്തോറും. കാരണം മത്സരം കൂടുന്നു. മത്സരം കൂടുന്നു. പിന്നെ മാത്രമല്ല നമ്മളിൽ നിന്ന് പുതുമകൾ പ്രതീക്ഷിക്കുന്നുള്ളതാണ്. കാരണം പുതുമകൾ കൊണ്ടുവന്ന ചാനൽ എന്നതാണ് 24-നെ വേറിട്ട് നിർത്താൻ. മലയാള ദൃശ്യമാധ്യമ രംഗത്ത് അടിമുടി മാറ്റത്തിന് തുടക്കം കുറിച്ചതിന്റെ 6 വർഷത്തിന്റെ ആനിവേഴ്സറി എന്ന തരത്തിലേക്കാണ് ഞാൻ ഇതിനെ അടയാളപ്പെടുത്തുന്നത്. നാഴികക്കല്ലുകൾ ഓരോന്നായി പിന്നിട്ട് ഇങ്ങനെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ 24 ഒത്തിരി വളർന്നു, പ്രേക്ഷകരും വളർന്നു. നമ്മൾ വാർത്തകളിൽ പക്ഷം പിടിക്കുന്നില്ല എന്ന് നമ്മൾ നുണ പറയുന്നില്ല. നമ്മൾ വാർത്തകളിൽ പക്ഷം പിടിക്കുന്നുണ്ട്. അത് പക്ഷേ ജനപക്ഷമാണ്. 6 വർഷത്തിനിടയിൽ ഇസ്രായേൽ യുദ്ധവും ഉക്രൈൻ യുദ്ധവും നമ്മൾ വളരെ ഇതായിട്ട് ആദ്യം റിപ്പോർട്ട് ചെയ്യുകയും ആഘോഷവേളയിൽ പ്രേക്ഷകരും ലൈവായി കൂടെ കൂടി. ഞാൻ ഈ 24 വന്ന ശേഷമാണ് ഞാൻ ഈ മാധ്യമങ്ങൾ നമ്മൾ ഈ വാർത്ത തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. എല്ലാരെയും ഞാൻ കുറച്ചുപേരെ നേരിട്ട് കണ്ടിരുന്നു. കഴിഞ്ഞ തവണ പ്രേക്ഷക സംഗമത്തിന് ഞാൻ എറണാകുളത്ത് എത്തിയിരുന്നു. നാട്ടിൽ ന്യൂസിലൻഡിൽ 24 ഒക്കെ കാണുന്നുണ്ടോ ആളുകൾ? എന്റെ ഹസ്ബൻഡ് സ്ഥിരം കാണുന്ന ഒരു ചാനലാണ് 24. ജില്ലാ കേന്ദ്രങ്ങളിലും ബ്യൂറോകളിലും മധുരം വിതരണം ചെയ്ത് പിറന്നാൾ ആഘോഷം. തിരൂർ മാർക്കറ്റിൽ 24-ന് സർപ്രൈസ് സമ്മാനമൊരുക്കി തൊഴിലാളികൾ. ഈ 6ാം വർഷത്തിലേക്ക് കടക്കുന്ന 24-ന് ആദ്യം തന്നെ ഞങ്ങൾ ആശംസകൾ നേരുകയാണ്. വിശ്വാസത്തോട് കൂടിയിട്ട് മാധ്യമ പ്രവർത്തനം നടത്തുന്ന ചാനലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചാനലാണ് 24. 6 വർഷം പിന്നിടുമ്പോൾ ജനപക്ഷ മാധ്യമ പ്രവർത്തനം കൂടുതൽ കരുത്തോടെ തുടരുകയാണ്. നാടിന് വഴികാട്ടിയായി ഇനിയും മുന്നോട്ട്. നമുക്ക് തകർക്കണം, അടിച്ച് പൊളിക്കണം. വിശ്വാസ്യതയുടെ 6 വർഷങ്ങൾ. ടീം 24. 24 6ാം വാർഷികാഘോഷത്തിൽ പ്രേക്ഷകരും പങ്കാളികളായി. വിവിധ ബ്യൂറോകളുടെ നേതൃത്വത്തിൽ പ്രേക്ഷകർക്ക് മധുരം വിതരണം ചെയ്തായിരുന്നു ആഘോഷം. അതിലേക്ക് മറ്റൊരു വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച നടപടി സർക്കാർ ഉടൻ പിൻവലിക്കണമെന്ന് AIYF. നിരക്ക് വർദ്ധിപ്പിക്കാതെയുള്ള പ്രശ്നപരിഹാരത്തിനാണ് സർക്കാർ ശ്രമിക്കേണ്ടതെന്ന് AIYF പ്രസ്താവനയിൽ പറഞ്ഞു. തനേഷ് തമ്പി വിശദാംശങ്ങളുമായി. തനേഷ്, ഇതിനോടകം തന്നെ പ്രതിപക്ഷം സമരത്തിലാണ്. അപ്പോഴാണ് ഭരണപക്ഷത്തിന്റെ കൂടെയുള്ള ഒരു കക്ഷി, അവരുടെ ഒരു സംഘടന ഈ തരത്തിലേക്ക് നിലപാട് വ്യക്തമാക്കുന്നത്. എന്താണ് അവർ പറയുന്നത്?
അനുജ, അത് തന്നെയാണ് ഇന്നത്തെ ഈ AIYF-ന്റെ പ്രസ്താവനയുടെ ഒരു പ്രസക്തി എന്ന് പറയുന്നത്. ഭരണകക്ഷിയിലെ രണ്ടാമത്തെ വലിയ കക്ഷി, ആ കക്ഷിയുടെ യുവജന സംഘടനയാണ് വൈദ്യുതി നിരക്ക് വർധനവ് പിൻവലിക്കണം എന്ന ആവശ്യം അതിശക്തമായി മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രമല്ല, അങ്ങനെ പിൻവലിച്ചില്ലെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുമെന്നും അവർ പറയുന്നുണ്ട്. എന്തായാലും ഇന്ന് ചേർന്ന എക്സിക്യൂട്ടീവ് യോഗമാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. വൈദ്യുതി ചാർജ് ഒരു തരത്തിലും നീതീകരിക്കാൻ കഴിയില്ല. ഗാർഹിക ഉപഭോക്താക്കൾക്കടക്കം ഈ വലിയ രീതിയിലുള്ള വർധനവാണ് വരുത്തിയിരിക്കുന്നത്. അത് ഈ സാധാരണ ജനങ്ങളെ വലിയ രീതിയിൽ ദ്രോഹിക്കുന്ന ഒന്നാണ് എന്നുള്ളതാണ് കാണുന്നത്. കേന്ദ്ര വൈദ്യുത നയത്തിൻ്റെ പേര് പറഞ്ഞ് അമിതഭാരം ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഉടൻ തന്നെ പിൻവലിക്കണം, ഇതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന നിലപാട് AIYF സ്വീകരിക്കുന്നു. സ്വാഭാവികമായും ഭരണകക്ഷിയിലെ പ്രമുഖ കക്ഷിയുടെ യുവജന സംഘടന തന്നെ അത്തരമൊരാവശ്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് പ്രതിപക്ഷ സമരങ്ങൾക്കും ഊർജ്ജം കൂട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത് സർക്കാരിന് വലിയ തലവേദന തന്നെ സൃഷ്ടിക്കും. എന്തായാലും മുൻപും വൈദ്യുതി നിരക്ക് വർധനവ് അടക്കമുള്ള സർക്കാരിന്റെ പല തീരുമാനങ്ങളിലും വ്യത്യസ്തമായ നിലപാട് AIYF സ്വീകരിക്കാറുണ്ട്. പിന്നീട് അവർ അതിൽ നിന്ന് പിന്നോട്ട് പോകുന്നതൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഇത് എങ്ങനെ ആയിത്തീരുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. വൈദ്യുതി നിരക്ക് വർധന പിൻവലിക്കണമെന്നതാണ് AIYF-ന്റെ ആവശ്യം. ഇനി 24 ഇന്ന് പുറത്തുവിട്ട ഒരു വാർത്തയിലേക്ക്. മതാടിസ്ഥാനത്തിൽ IAS ഉദ്യോഗസ്ഥരുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ സംഭവത്തിൽ K ഗോപാലകൃഷ്ണന്റെ ഉദ്ദേശ്യം ദുരൂഹമെന്ന് വ്യക്തമാക്കി പോലീസ്. സർക്കാരിന് കൈമാറിയ അന്വേഷണ റിപ്പോർട്ട് 24 പുറത്തുവിട്ടു. K ഗോപാലകൃഷ്ണന്റെ പ്രവൃത്തികളിൽ അടിമുടി ദുരൂഹതയെന്ന് റിപ്പോർട്ടിൽ അക്കമിട്ട് പറയുന്നു. 24 എക്സ്ക്ലൂസീവ്. സംസ്ഥാനത്തെ ഒരു IAS ഉദ്യോഗസ്ഥൻ മതങ്ങളുടെ പേരിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത് മാത്രമാണോ ഈ വിവാദം? അല്ലെന്ന് സംസ്ഥാന പോലീസ് തന്നെ കണ്ടെത്തിയ ഈ റിപ്പോർട്ടിൽ പറയും. ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടുവെന്നും അതേ ദിവസം തന്നെ ഫോൺ ഫോർമാറ്റ് ചെയ്തുവെന്നുമുള്ള K ഗോപാലകൃഷ്ണന്റെ വാദത്തിൽ തുടങ്ങുന്നു നുണകളുടെ കോട്ട. മല്ലു ഹിന്ദു ഓഫീസർ ഗ്രൂപ്പ് എന്ന പേരിൽ വാട്സപ്പ് ഗ്രൂപ്പ് പ്രചരിച്ചതായിരുന്നു വിവാദങ്ങളുടെ തുടക്കം. ഗ്രൂപ്പിന്റെ അഡ്മിൻ വ്യവസായ വകുപ്പ് ഡയറക്ടറായിരുന്ന K ഗോപാലകൃഷ്ണൻ. വിവാദമായതിനു പിന്നാലെ മല്ലു മുസ്ലിം ഓഫീസർ ഗ്രൂപ്പ് എന്ന പേരിൽ മറ്റൊരു ഗ്രൂപ്പുമുണ്ടായി. ഇതോടെ വിവാദം കത്തിക്കയറി. അന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ഇതായിരുന്നു: ഒരു സമുദായത്തെ സംഘം മാത്രം ഉണ്ടായിരുന്നില്ല, അതിൽ മറ്റു സമുദായത്തിലുള്ളവരും ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 11 ഗ്രൂപ്പ് അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ പറ്റേനെ ഞാൻ അപ്പം തന്നെ എല്ലാ ഗ്രൂപ്പും ഡിലീറ്റ് ചെയ്തു. എൻ്റെ കോൺടാക്ട്സ് മുഴുവനും ഉള്ളതാണ് ഉണ്ടായിരുന്നു. ഞാൻ അഡ്മിൻ ആയിരുന്നാണ് അവർ പറഞ്ഞ ശേഷമാണ് ഞാൻ കണ്ടത്. K ഗോപാലകൃഷ്ണ IAS ഇപ്പറഞ്ഞതൊക്കെ കള്ളമാണ്. ഒക്ടോബർ 31-ന് വിവാദ വാട്സപ്പ് ഗ്രൂപ്പ് പ്രത്യക്ഷപ്പെടുന്നു. സഹപ്രവർത്തകർ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ആദ്യം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു, പിന്നാലെ ഫോൺ ഫോർമാറ്റ് ചെയ്തു. പക്ഷേ പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഇതൊന്നുമല്ല. വിവാദങ്ങൾക്ക് പിന്നാലെ K ഗോപാലകൃഷ്ണൻ പോലീസിൽ പരാതി നൽകുന്നത് നവംബർ 4-ന്. അന്ന് തന്നെ ഹാക്ക് ചെയ്യപ്പെട്ടുവെന്ന് പരാതി നൽകിയ മൊബൈൽ ഫോൺ കൈമാറാൻ പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അടുത്ത ദിവസം നവംബർ 5-നാണ് ഒരു ഐഫോൺ പോലീസിന് കൈമാറിയത്. ആ ഫോണിൽ വാട്സപ്പ് ഉപയോഗിച്ചിരുന്നില്ലെന്ന് പോലീസ് മനസ്സിലാക്കി. പിന്നാലെ വീണ്ടും ഫോൺ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു. നവംബർ 6-ന് വീണ്ടും സാംസങ് ഫോൺ പോലീസിന് കൈമാറി. പോലീസ് മെറ്റയിൽ നിന്നും ഗൂഗിളിൽ നിന്നും വിവരങ്ങൾ തേടി ഫോറൻസിക് പരിശോധന നടത്തി. ആ പരിശോധനാ വിവരങ്ങളും റിപ്പോർട്ടിലുണ്ട്. K ഗോപാലകൃഷ്ണൻ ആദ്യമായി ഫോൺ ഫോർമാറ്റ് ചെയ്തത് ഒക്ടോബർ 31-നല്ല. പകരം പോലീസിന് പരാതി നൽകിയതിന് തലേ ദിവസം നവംബർ 3-ന് ആദ്യം ഫോൺ ഫോർമാറ്റ് ചെയ്തു. പിന്നീട് ശരിക്കുള്ള ഫോൺ പോലീസിന് കൈമാറിയ നവംബർ 6-ന് രാവിലെ 2 തവണ ഗോപാലകൃഷ്ണൻ ഫോൺ ഫോർമാറ്റ് ചെയ്തു. ഫോറൻസിക് പരിശോധനയ്ക്ക് മുൻപേ പലതവണ ഫോൺ ഫോർമാറ്റ് ചെയ്തതിൽ ദുരൂഹതയുണ്ടെന്ന് പോലീസ് തന്നെ പറയുന്നു. ഹാക്കിംഗ് തെളിയിക്കുന്ന തരിമ്പ് തെളിവ് പോലുമില്ലെന്നും പോലീസ് റിപ്പോർട്ടിലുണ്ട്. ഈ റിപ്പോർട്ടാണ് സംസ്ഥാന പോലീസ് മേധാവി ചീഫ് സെക്രട്ടറിക്ക് കൈമാറിയത്. എന്നാൽ ചീഫ് സെക്രട്ടറിയുടെ ചാർജ് മെമ്മോയിൽ വ്യാജ പരാതി നൽകിയതോ മറ്റൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതോ പരാമർശിച്ചിട്ട് പോലുമില്ല. കേവലം ഒരു സസ്പെൻഷനിൽ ഒതുക്കേണ്ട കുറ്റം മാത്രമാണോ K ഗോപാലകൃഷ്ണൻ ചെയ്തത്? വ്യാജ പരാതി നൽകി പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചതിന് കേസെടുക്കേണ്ടേ? പോലീസ് തന്നെ ദുരൂഹത പറഞ്ഞിട്ടും ചീഫ് സെക്രട്ടറിയുടെ ചാർജ് മെമ്മോയിൽ എന്തുകൊണ്ട് അതൊന്നും പരാമർശിച്ചില്ല? K ഗോപാലകൃഷ്ണനെ സംരക്ഷിക്കാൻ സംസ്ഥാനത്ത് ഒരു ഉദ്യോഗസ്ഥ ലോബിയുണ്ടോ? ചോദ്യങ്ങൾ പലതാണ്. ഉത്തരം നൽകേണ്ടത് സർക്കാരും. വിപിൻ വേളിക്കും രാജ്കിരണിനും ശ്രീജുനുമൊപ്പം ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം. ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തിയ വിമർശനങ്ങളിൽ N പ്രശാന്ത് IAS-ന് ചാർജ് മെമ്മോ നൽകി സർക്കാർ. പരസ്യ വിമർശനം ഉന്നയിച്ചതിനാണ് നടപടി. സസ്പെൻഷനിലായ ശേഷവും മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകിയതും ചാർജ് മെമ്മോയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ചീഫ് സെക്രട്ടറിയാണ് ചാർജ് മെമ്മോ നൽകിയത്. സസ്പെൻഷനുള്ള കാരണങ്ങൾ ചാർജ് മെമ്മോയിൽ വിശദീകരിക്കുന്നുണ്ട്. 1 മാസത്തിനുള്ളിൽ വിശദീകരണം നൽകണമെന്നാണ് നിർദ്ദേശം. ഇന്നലെയാണ് N പ്രശാന്ത് ചാർജ് മെമ്മോ കൈപ്പറ്റിയത്.
മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്ത, മരിച്ച നിലയിൽ കണ്ടെത്തിയ മുൻ ADM കെ നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നുവെന്ന് പോലീസ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രക്തക്കറയുടെ പരാമർശമില്ല. ഇക്കാര്യം ഉന്നയിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർക്കെതിരെ കെ നവീൻ ബാബുവിന്റെ കുടുംബം രംഗത്തെത്തി. ഒക്ടോബർ 15-ന് കണ്ണൂർ ടൗൺ പോലീസ് തയ്യാറാക്കിയ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലാണ് രക്തക്കറ പരാമർശം. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും FIR-ലും ഇക്കാര്യം പറയുന്നില്ല. കെ നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കറയുണ്ടായിരുന്നുവെന്നാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർക്കെതിരെ കെ നവീൻ ബാബുവിന്റെ കുടുംബം രംഗത്തെത്തി. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് വായിച്ചു നോക്കിയില്ലെന്ന് ബന്ധു അനിൽ പി നായർ. പോസ്റ്റ്മോർട്ടത്തിൽ ആ രക്തക്കറയൊക്കെ പറ്റി പരാമർശിക്കേണ്ടതായിരുന്നു. ഒരു മുറിവില്ലാതെ രക്തം ഉണ്ടാവില്ലല്ലോ. അത് ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണെന്ന് തീർച്ചയായിട്ടും പരിചയസമ്പന്നനായ ഡോക്ടർ രേഖപ്പെടുത്തേണ്ടതാണ്. കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ഇക്കാര്യത്തിൽ CBI അന്വേഷണം വേണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു. എന്നാൽ നവീൻ ബാബുവിന്റേത് ആത്മഹത്യയെന്നാണ് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ സർക്കാർ പറയുന്നത്. 24 പത്തനംതിട്ട. ശബരിമലയിൽ നടൻ ദിലീപിന്റെ VIP ദർശനവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്ത്. സന്നിധാനത്ത് നടന് താമസമൊരുക്കിയത് മന്ത്രിമാരും ദേവസ്വം ബോർഡ് അംഗങ്ങളും ഉന്നത ഉദ്യോഗസ്ഥരും താമസിക്കുന്നിടത്താണ്. ഉദ്യോഗസ്ഥ വീഴ്ച ചൂണ്ടിക്കാട്ടിയുള്ള വിജിലൻസ് റിപ്പോർട്ട് ദേവസ്വം ബോർഡിന് കൈമാറി. ദിലീപ് ശബരിമലയിൽ ദർശനം നടത്തിയതിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായത് അടിമുടി വീഴ്ച. ഹരിവരാസന സമയത്ത് തന്ത്രിഗേറ്റ് വഴി പ്രവേശനം അനുവദിച്ച മറ്റ് തീർത്ഥാടകർക്ക് ദർശനം തടസ്സപ്പെടുത്തിയതിനെ ഹൈക്കോടതി വിമർശിച്ചിരുന്നു. നടന് മുന്തിയ VIP പരിഗണനയാണ് സന്നിധാനത്ത് നൽകിയതെന്ന വിവരവും പുറത്തുവന്നു. മന്ത്രിമാരും ദേവസ്വം ബോർഡ് അംഗങ്ങളും ഉന്നത ഉദ്യോഗസ്ഥരും താമസിക്കുന്ന ദേവസ്വം ഓഫീസ് കോംപ്ലക്സിലാണ് ദിലീപിന് മുറി നൽകിയത്. വാടക പോലും വാങ്ങാതെയായിരുന്നു സൗകര്യം. നടിയെ ആക്രമിച്ച കേസിലെ പ്രതിയായ ദിലീപിന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം താമസിക്കുന്ന ഇടത്ത് മുറി നൽകിയത് ഗുരുതര വീഴ്ചയാണ്. ശബരിമലയിൽ അക്കോമഡേഷന്റെ ചുമതലയുള്ള എക്സിക്യൂട്ടീവ് ഓഫീസർക്കും വീഴ്ച പറ്റിയെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. ഇതു സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് ദേവസ്വം വിജിലൻസ് ബോർഡിന് കൈമാറി. നിലവിൽ 2 ഉദ്യോഗസ്ഥർക്കും 2 ജീവനക്കാർക്കുമാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. അന്വേഷിച്ച് നടപടിയെടുക്കാൻ ദേവസ്വം മന്ത്രി ബോർഡിന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ശബരിമലയിലെ VIP പരിഗണനയിൽ ഹൈക്കോടതി അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് മറ്റൊരു ഗുരുതര വീഴ്ച കൂടി പുറത്തുവരുന്നത്. ഉന്നത ഉദ്യോഗസ്ഥരെ സംരക്ഷിച്ച നടപടി 4 പേരിലേക്ക് ഒതുക്കാനാണ് നീക്കം. MG പ്രതീഷ്, 24. ആന എഴുന്നള്ളിപ്പ് സംബന്ധിച്ച ഹൈക്കോടതി മാർഗനിർദ്ദേശത്തിന് പിന്നാലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശീവേലി എഴുന്നള്ളിപ്പിന് ആനകളുടെ എണ്ണം കുറച്ചു. 3 ആന എന്നത് ഒരാനയാക്കാനാണ് ദേവസ്വം ഭരണസമിതി തീരുമാനം. അതിനിടെ സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാവുകയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിത്യവും 3 നേരം എഴുന്നള്ളിപ്പിന് 3 ആനയാണ് പതിവ്. എന്നാൽ ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ പശ്ചാത്തലത്തിൽ ശീവേലിക്കൊരാന മതിയെന്ന തീരുമാനത്തിലേക്ക് ദേവസ്വം അധികൃതർ എത്തുകയായിരുന്നു. അഷ്ടമി വിളക്കിന് സ്വർണ്ണക്കോലം എഴുന്നള്ളിക്കുന്നതും ഒരാനപ്പുറത്തായിരിക്കും. ഗുരുവായൂർ ഏകാദശിയുടെ തലേന്ന് നടക്കുന്ന ഗുരുവായൂർ കേശവൻ അനുസ്മരണത്തിന് നിശ്ചിത അകലം പാലിച്ച 5 ആനകളെ മാത്രമേ പങ്കെടുപ്പിക്കുകയുള്ളൂ. ആളും ആനകളും തമ്മിലുള്ള അകലം പാലിച്ചായിരിക്കും ഇത്. കാലങ്ങളായി 15ഓളം ആനകൾ ഘോഷയാത്രയായി വന്ന കേശവ പ്രതിമയ്ക്ക് മുന്നിൽ പ്രണാമമർപ്പിക്കുന്ന ചടങ്ങിലാണ് ഇക്കുറി മാറ്റം. അതേസമയം വിഷയത്തിൽ സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ കനക്കുകയാണ്. തൃശൂർ പൂരം സംഘാടകരായ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ നേതൃത്വത്തിൽ ഇന്ന് ആചാര സംരക്ഷണ യോഗം ചേരും. 2000-ഓളം ക്ഷേത്രം പ്രതിനിധികളെയും എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. വൈകിട്ട് 5 മണിക്ക് തിരുവമ്പാടി കൗസ്തുഭം ഹാളിലാണ് പരിപാടി. 24 തൃശൂർ. ഇനി സാധാരണക്കാരെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. മാവേലി സ്റ്റോറുകളിലൂടെ സബ്സിഡി നിരക്കിൽ നൽകുന്ന അവശ്യ സാധനങ്ങളുടെ അളവ് കുറച്ച് സപ്ലൈകോ. പൊതുവിപണിയിൽ വലിയ വിലയുള്ള ഉഴുന്ന്, കടല, ചെറുപയർ, തുവരപ്പരിപ്പ് എന്നീ സാധനങ്ങളാണ് 1/2 കിലോഗ്രാമായി പരിമിതപ്പെടുത്തിയത്. സാധനങ്ങളുടെ സ്റ്റോക്ക് കുറഞ്ഞതുകൊണ്ടാണ് സബ്സിഡി സാധനങ്ങളുടെ അളവ് കുറച്ചത് എന്നാണ് വിശദീകരണം. പൊതുവിപണിയിലെ പൊള്ളുന്ന വിലക്കയറ്റത്തിൽ സാധാരണ ജനങ്ങൾക്ക് ഏറെ ആശ്വാസം സബ്സിഡി നിരക്കിൽ അവശ്യ സാധനങ്ങൾ ലഭിക്കുന്ന മാവേലി സ്റ്റോറുകളാണ്. എന്നാൽ വിപണിയിൽ വലിയ വില നൽകേണ്ടി വരുന്ന ഉൽപ്പന്നങ്ങളുടെ അളവ് വെട്ടിക്കുറച്ചതാണ് ഇപ്പോൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കുന്നത്. സാമ്പാറിലെ ഒഴിച്ചുകൂടാനാവാത്ത ഘടകമായ തുവരപ്പരിപ്പ്, ദോശ, ഇഡ്ഡലി എന്നിവയുടെ മുഖ്യ ചേരുവയായ ഉഴുന്ന്, പ്രിയ വിഭവങ്ങൾ ഒരുക്കാൻ ഉപയോഗിക്കുന്ന കടല, ചെറുപയർ എന്നിവ ഇപ്പോൾ 1/2 കിലോഗ്രാം മാത്രമേ മാവേലി സ്റ്റോറുകളിൽ നിന്ന് നൽകുന്നുള്ളൂ. പീപ്പിൾസ് ബസാറിലും മാവേലി സ്റ്റോറുകളിലും ഇതാണ് സ്ഥിതി. 1 മാസത്തേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങാനെത്തുന്ന ആളുകൾക്ക് പകുതി അളവ് സാധനങ്ങൾ മാത്രമേ കിട്ടുന്നുള്ളൂ. സ്റ്റോക്കില്ലാത്തതുകൊണ്ടാണ് സബ്സിഡി സാധനങ്ങളുടെ അളവ് പകുതിയാക്കിയതെന്നാണ് സപ്ലൈകോയുടെ വിശദീകരണം.
1.5 വർഷമായി സപ്ലൈകോയിൽ അവശ്യസാധനങ്ങൾക്ക് കടുത്ത ക്ഷാമമായിരുന്നു. അത് പരിഹരിച്ചിട്ട് കക്ഷിച്ച് 2 മാസമേ ആകുന്നുള്ളൂ. അതിനിടെ വീണ്ടും പ്രതിസന്ധി പിടികൂടുന്നതിന്റെ സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 24 തിരുവനന്തപുരം. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള മദ്യനയത്തിന്റെ കരട് വീണ്ടും പൊളിച്ചെഴുതാൻ എക്സൈസ് വകുപ്പ്. മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയ്ക്ക് വെച്ച കരട് നയം വകുപ്പ് തന്നെ പിൻവലിച്ചു. കൂടുതൽ ചർച്ചകൾക്ക് ശേഷം കരട് പുതുക്കി അവതരിപ്പിക്കാനാണ് എക്സൈസ് വകുപ്പിന്റെ തീരുമാനം. 2024 ഏപ്രിൽ 1 പുതിയ മദ്യനയം പ്രാബല്യത്തിൽ വരേണ്ടത്. എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ്, വയനാട് ദുരന്തം, കോഴ വിവാദം എന്നിങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് മദ്യനയം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വൈകി. LDFിലെ ചർച്ചകൾക്ക് ശേഷം നവംബർ ആദ്യവാരം കരട് നയം മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയ്ക്ക് വെച്ചെങ്കിലും ഉപതെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് മാറ്റിവെച്ചു. എന്നാൽ ഇതിനിടെ മന്ത്രിസഭയിൽ വെച്ച കരട് നയം എക്സൈസ് വകുപ്പ് തന്നെ പിൻവലിച്ചു. നയത്തിൽ മാറ്റങ്ങൾ വേണമെന്ന് ടൂറിസം ഉൾപ്പെടെയുള്ള ചില വകുപ്പുകൾ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് കരട് നയം പിൻവലിച്ചതെന്നാണ് എക്സൈസ് വകുപ്പിന്റെ വിശദീകരണം. നയം സംബന്ധിച്ച രാഷ്ട്രീയ ചർച്ച വേണമെന്ന് CPIM ആവശ്യപ്പെട്ടിരുന്നതായി എക്സൈസ് വകുപ്പ് വൃത്തങ്ങൾ പറഞ്ഞു. വകുപ്പുകളുടെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ച് കരട് നയം പുതുക്കി അവതരിപ്പിക്കാനാണ് എക്സൈസ് വകുപ്പിന്റെ പുതിയ തീരുമാനം. ടൂറിസം മേഖലകളിൽ 1-ാം തീയതിയിലെ ഡ്രൈ ഡേ ഒഴിവാക്കുക, ബാറുകളുടെ പ്രവർത്തന സമയം രാവിലെയും വൈകിട്ടും 1/2 മണിക്കൂർ വീതം കൂട്ടുക, ടൂറിസം മേഖലയിൽ ബിയറും വൈനും ലഭ്യമാക്കാൻ കൂടുതൽ ഇളവുകൾ എന്നിവയായിരുന്നു കരട് നയത്തിലെ പ്രധാന നിർദ്ദേശങ്ങൾ. നയം പുതുക്കുമ്പോഴും ഈ നിർദ്ദേശങ്ങൾ തുടരാനാണ് സാധ്യത. R. ശ്രീജിത്ത്, 24 തിരുവനന്തപുരം. KPCC അധ്യക്ഷനായി K. സുധാകരൻ തുടരും. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ K. സുധാകരനെ മാറ്റേണ്ടതില്ല എന്നതാണ് ഹൈക്കമാൻഡ് തീരുമാനം. അതേസമയം KPCC ഭാരവാഹികൾ, DCC അധ്യക്ഷന്മാർ എന്നിവരിൽ വലിയ അഴിച്ചുപടി ഉടനുണ്ടാകും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം ലക്ഷ്യമിട്ടുള്ള മിഷൻ 2025 തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ് നേതൃത്വം. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം കോൺഗ്രസിന് അനുകൂലമാണ്. അതിനാൽ KPCC അധ്യക്ഷൻ K. സുധാകരനെ മാറ്റേണ്ടതില്ലെന്നാണ് ഹൈക്കമാൻഡ് തീരുമാനം. സാമുദായിക സമവാക്യം, നേതൃപാടവം, ഉപതെരഞ്ഞെടുപ്പിലെ വലിയ വിജയം എന്നിവയെല്ലാം അനുകൂല ഘടകങ്ങളാണ്. കൂടാതെ സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായും പ്രതിപക്ഷ നേതാവ് VD സതീശനുമായും K. സുധാകരൻ നല്ല ബന്ധം പുലർത്തുന്നുണ്ട്. KPCC ഭാരവാഹികൾ, DCC അധ്യക്ഷന്മാർ എന്നിവരിൽ വലിയ അഴിച്ചുപണി ഉടനുണ്ടാകും. കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, എറണാകുളം ഉൾപ്പെടെ 5 DCC അധ്യക്ഷന്മാരെ മാറ്റില്ല. ഇവർ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ. KPCC DCC പദവികളിൽ യുവാക്കളുടെ സാന്നിധ്യം ഉറപ്പാക്കും. KS ശബരിനാഥനെ തിരുവനന്തപുരം DCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ടെന്നാണ് സൂചന. മാത്യു കുഴൽനാടൻ ഉൾപ്പെടെയുള്ളവർ സുപ്രധാന സ്ഥാനങ്ങളിലെത്തും. DCC ഭാരവാഹി പുനഃസംഘടനയും ഉടനുണ്ടാകും. തലമുറ മാറ്റം വേണമെന്ന ആവശ്യം ഒരു വിഭാഗം ശക്തമാക്കുന്നതിനിടയിലാണ് KPCC അധ്യക്ഷനായി K. സുധാകരൻ തന്നെ തുടരട്ടെ എന്ന് ഹൈക്കമാൻഡ് തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. ഉപതെരഞ്ഞെടുപ്പിലെ വൻ വിജയവും കേരളത്തിൽ UDFനുള്ള അനുകൂല തരംഗവുമാണ് K. സുധാകരന് തുണയായിട്ടുള്ളത്. കോഴിക്കോട് നിന്നും ഷഹദ് റഹ്മാൻ, 24. കണ്ണൂർ പിണറായി വെണ്ടുട്ടായിൽ കോൺഗ്രസ് ഓഫീസിന് നേരെ ആക്രമണം. KPCC പ്രസിഡന്റ് K. സുധാകരൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യേണ്ട ഓഫീസാണ് ആക്രമിക്കപ്പെട്ടത്. അക്രമത്തിന് പിന്നിൽ CPIM പ്രവർത്തകരാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. CCTV ക്യാമറകൾ തകർത്ത ശേഷമാണ് ഓഫീസിൽ അക്രമം നടത്തിയിരിക്കുന്നത്. ഓഫീസിലെ വാതിലും ജനലും തകർത്തു. ഉദ്ഘാടനത്തിനായി ഒരുക്കിയ കൊടിതോരണങ്ങളും വാടകോപകരണങ്ങളും നശിപ്പിച്ചു. ഓഫീസിന് സമീപത്തു നിന്ന് മദ്യക്കുപ്പികളും ലഭിച്ചിട്ടുണ്ട്. ആക്രമണത്തിന് പിന്നിൽ CPIM പ്രവർത്തകരെന്ന് കോൺഗ്രസ്. ആ പൂർത്തീകരിച്ചതിൻ്റെ സമാപന അതിൻ്റെ ഗ്ലാസ് അത്തരമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ CPIM ഗുണ്ടകൾ, ക്രിമിനലുകൾ പറഞ്ഞൊരു വാക്ക്, ഇത് അത്ര നല്ല ജനലുകളൊന്നും വെക്കണ്ട, ഞങ്ങൾക്ക് പൊളിക്കാനുള്ളതാണ്, അതുകൊണ്ട് ചില്ലുകളൊക്കെ വെക്കുമ്പോൾ പൊളിക്കാൻ സൗകര്യത്തിലുള്ള ചില്ലുകൾ വെച്ചാൽ മതി എന്ന് CPIMൻ്റെ ക്രിമിനലുകൾ പറഞ്ഞു. ഈ പാർട്ടിയെക്കുറിച്ച് CPIMന് ഒരു ചുണ്ണാക്കം മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആക്രമണത്തിൽ പ്രതിഷേധിച്ച് പിണറായിയിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തും. KPCC അധ്യക്ഷൻ K. സുധാകരൻ ഓഫീസിന്റെ ഉദ്ഘാടനം ഇന്ന് തന്നെ നിർവഹിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു. 24 കണ്ണൂർ. യാക്കോബായ ഓർത്തഡോക്സ് പള്ളിത്തർക്കത്തിൽ ശാശ്വത പരിഹാരം കാണാൻ കോടതി വിധികൾക്കാകില്ലെന്ന് ആഗോള സുറിയാനി സഭ പരമാധ്യക്ഷൻ ഇഗ്നാത്യോസ് അപ്രയം രണ്ടാമൻ പാത്രിയർക്കീസ് ബാവ. കോടതി ഇടപെടൽ ഭരണപരമായ കാര്യങ്ങളിലാണ്, വിശ്വാസത്തെ അളക്കാൻ കോടതിക്കാകില്ലെന്ന് ബാവ പറഞ്ഞു. പതിറ്റാണ്ടുകൾ നീണ്ട പള്ളിത്തർക്കത്തിൽ നിലപാട് ആവർത്തിക്കുകയാണ് യാക്കോബായ സഭ. വിശ്വാസത്തിൽ വിട്ടുവീഴ്ചയില്ല. കോടതി വ്യവഹാരങ്ങളിലൂടെയല്ല പ്രശ്നപരിഹാരം കാണേണ്ടത്,
കോടതിയുടെ ഇടപെടൽ ഭരണപരമായ കാര്യങ്ങളിലാണെന്നും വിശ്വാസികളുടെ വിശ്വാസത്തെ അളക്കാൻ കോടതികൾക്കാകില്ലെന്നും പാത്രിയാർക്കീസ് ബാവ. Civil courts cannot solve issues of faith and ecclesiastical matters. What solves this issue is love of Christ and His church, sincerity and real dialogue, honest dialogue. That will bring us to solution to solving these issues. ഇടവകാടിസ്ഥാനത്തിലുള്ള ചർച്ചയിലൂടെയാകണം പ്രശ്നപരിഹാരം കാണേണ്ടതെന്നും യാക്കോബായ സഭാ നേതൃത്വം ആവർത്തിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് മലങ്കരയിൽ സമാധാനത്തിനായി സഭകൾ തമ്മിൽ ഐക്യം വേണമെന്ന് ഓർത്തഡോക്സ് നേതൃത്വം വ്യക്തമാക്കിയത്. എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക ക്ഷണം യാക്കോബായ സഭാ നേതൃത്വത്തിന് ലഭിച്ചിട്ടില്ല. ലയനം പ്രശ്നപരിഹാരമല്ലെന്നും യാക്കോബായ സഭ ആവർത്തിക്കുന്നു. ഇന്ന് വൈകിട്ട് പുത്തൻകുരിശിൽ പാത്രിയാർക്കീസ് ബാവ മെത്രാപ്പൊലീത്തമാരായി കൂടിക്കാഴ്ച നടത്തും. തർക്കം സംബന്ധിച്ച് നിർണായക തീരുമാനങ്ങൾ കൂടിക്കാഴ്ചയിലുണ്ടായേക്കും. 24 കൊച്ചി. വർഗീയ പരാമർശത്തിനെതിരെ പരാതി നൽകിയതിൽ ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡയറക്ടർ ബി ശ്രീകുമാർ പ്രതികാര നടപടിയെടുത്തു എന്ന ആരോപണം. എറണാകുളം ഡെപ്യൂട്ടി ഡയറക്ടർ AP ഷോജനെ സ്ഥലം മാറ്റാൻ ശുപാർശ ചെയ്തു. എറണാകുളം മേഖലയിലെ 36 ജീവനക്കാരാണ് ബി ശ്രീകുമാറിനെതിരെ പരാതി നൽകിയത്. അവലോകന യോഗത്തിൽ വർഗീയ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്തിയെന്നായിരുന്നു എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പ് ഡയറക്ടർ ബി ശ്രീകുമാറിനെതിരായ പരാതി. എറണാകുളം മേഖലയിലെ മുഴുവൻ ജീവനക്കാരും ഈ പരാതിയിൽ ഒപ്പിട്ട് നൽകി. ജീവനക്കാരുടെ ഭരണ പ്രതിപക്ഷ അനുകൂല സംഘടനകളും മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയും ചെയ്തു. ഇതിനെ തുടർന്ന് മുഹമ്മദ് ഷഫീഖ് IAS അന്വേഷണത്തിന് ചുമതലപ്പെടുത്തി. ഈ അന്വേഷണം പൂർത്തിയാകുന്നതിന് മുൻപാണ് ഡയറക്ടറുടെ പ്രതികാര നടപടി ആരംഭിച്ചത്. പരാതിയിൽ ഒപ്പിട്ട ജീവനക്കാരിൽ ഉന്നത ഉദ്യോഗസ്ഥനായ എറണാകുളം ഡെപ്യൂട്ടി ഡയറക്ടർ AP ഷോജനെ സ്ഥലം മാറ്റാനാണ് ബി ശ്രീകുമാറിന്റെ ശുപാർശ. താരതമ്യേന അപ്രസക്തമായ പോസ്റ്റായ തൃശൂർ ജില്ലാ വ്യവസായ കേന്ദ്രത്തിലേക്ക് മാറ്റാനാണ് ശുപാർശ ചെയ്തത്. നേരത്തെ തൃശൂർ ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ സ്ഥാനത്തേക്ക് AP ഷോജൻ സ്ഥലം മാറ്റത്തിന് അപേക്ഷിച്ചിരുന്നു. ഈ അപേക്ഷ പരിഗണിച്ച് ആ ഓഫീസിന് 15 കിലോമീറ്റർ ചുറ്റളവിലുള്ള മറ്റൊരു ഓഫീസിലേക്ക് സ്ഥലം മാറ്റുന്നു എന്ന വിചിത്ര കാരണമാണ് ശുപാർശയിൽ പറയുന്നത്. പ്രതികാര നടപടിയല്ലെന്നും ഒന്നിച്ച് കുറച്ചുപേർക്ക് സ്ഥലംമാറ്റ ശുപാർശ നൽകിയിട്ടുണ്ടെന്നും ബി ശ്രീകുമാർ പറഞ്ഞു. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. കോഴിക്കോട് വടകരയിൽ അപകടത്തെ തുടർന്ന് 9 വയസ്സുകാരി കോമയിലായ സംഭവത്തിൽ പ്രതിയായ ഷജീലിന്റെ ഭാര്യയ്ക്കെതിരെയും കേസെടുക്കണമെന്ന് പെൺകുട്ടിയുടെ കുടുംബം. വിദേശത്തേക്ക് കടന്ന പുറമേരി സ്വദേശി ഷജീലിനെ ഉടൻ നാട്ടിലെത്തിക്കണമെന്നും ദൃഷാനയുടെ കുടുംബം ആവശ്യപ്പെട്ടു. ഫെബ്രുവരി 17 രാത്രി 9 മണിയോടെയുണ്ടായ അപകടത്തിൽ 62കാരി ബേബി മരിക്കുകയും പേരമകൾ 9 വയസ്സുകാരി ദൃഷാന അബോധാവസ്ഥയിലാകുകയും ചെയ്തിരുന്നു. 10 മാസം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ പോലീസ് കണ്ടെത്തിയത്. ഷെജീലും കുടുംബവും ചെയ്തത് മാപ്പർഹിക്കാത്ത കുറ്റമെന്നും കടുത്ത ശിക്ഷ വേണമെന്നും ദൃഷാനയുടെ കുടുംബം. മനുഷ്യന്റെ ജീവൻ എടുക്കുകയും ചെയ്ത് ഒരു മനുഷ്യ ശവം പോലെ ആക്കുകയും ചെയ്ത് എന്നിട്ടും അവരിങ്ങനെ എന്തായാലും അവർക്ക് എന്തായാലും നിയമത്തിന് മുന്നിൽ ശിക്ഷിക്കപ്പെടണം എന്നാണ് പറയുന്നത്. ഷെജീലിന്റെ ഭാര്യയെയും പ്രതി ചേർക്കണം. ഭർത്താവ് ഗൾഫിൽ സൂക്ഷിച്ച് നിൽക്കുന്നു, ഈ സ്ത്രീ വീട്ടിൽ നിൽക്കുന്നു. ഈ മക്കളെ കാണുമെങ്കിലും അന്ന് ഈ കുട്ടിയെ അടിച്ചു തെറിപ്പിച്ചത് ആ സ്ത്രീ മനസ്സിൽ ഓർക്കൂലേ? ആ സ്ത്രീന്റെ പേരിൽ എന്തായാലും കേസെടുക്കണം. 10 മാസമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കോമയിൽ കഴിയുന്ന കുട്ടിയുടെ ചികിത്സയ്ക്കായി വലയുകയാണ് കുടുംബം. 24 കോഴിക്കോട്. മുസ്ലിം ലീഗ് സമസ്ത അസ്വാരസ്യങ്ങൾ പരിഹരിക്കുന്നതിന് നാളെ മലപ്പുറത്ത് സമവായ ചർച്ച. സമസ്തയിലെ ലീഗ് അനുകൂല വിഭാഗ നേതാക്കളും വിരുദ്ധ ചേരിയിലെ നേതാക്കളും ചർച്ചയിൽ പങ്കെടുക്കും. മുസ്ലിം ലീഗ് സമസ്ത നേതാക്കൾ സംയുക്ത കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കും. സമസ്തയിലെ ലീഗ് അനുകൂല വിരുദ്ധ വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കം പരിഹരിക്കുക, സമസ്ത ലീഗ് ഭിന്നത അവസാനിപ്പിക്കുക എന്നിവയാണ് ചർച്ചയുടെ ലക്ഷ്യം. സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ, പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവർ പങ്കെടുക്കും. പാണക്കാട് സാദിഖ് അലി തങ്ങൾക്കെതിരായ ഉമർ ഫൈസി മുക്കത്തിന്റെ പ്രസ്താവനയും സമസ്ത മുഖപത്രം സുപ്രഭാതത്തിൽ വന്ന LDF പരസ്യം ഉൾപ്പെടെയുള്ള വിവാദങ്ങളും ഉയർത്തിക്കാട്ടി ലീഗ് അനുകൂല നേതാക്കൾ നടപടി ആവശ്യപ്പെടും. എന്നാൽ സമസ്ത എതിർത്ത ഹക്കീം ഫൈസി ആദിർശേരിയെ CIC ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വീണ്ടും കൊണ്ടുവന്നതും PMA സലാം, ജിഫ്രി തങ്ങൾ ഉൾപ്പെടെയുള്ളവരെ വിമർശിച്ചതായും കാണിച്ച ലീഗ് വിരുദ്ധ വിഭാഗവും നടപടി ആവശ്യപ്പെടുമെന്നാണ് സൂചന. ബുധനാഴ്ച ചേരുന്ന സമസ്ത മുഷാവറ യോഗത്തോടെ ഇതുവരെയുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് ഐക്യപ്രഖ്യാപനം നടത്താനാണ് നേതൃത്വം ശ്രമിക്കുന്നത്. സമീർ ബിൻ കരീം, 24 മലപ്പുറം. തിരികെ വാർത്താമഴയിലേക്ക്. മുനമ്പം ഭൂമി പ്രശ്നത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെ തള്ളി മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി. മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന് പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായം മുസ്ലിം ലീഗിനില്ലെന്ന് KM ഷാജി പറഞ്ഞു. മുനമ്പം വിഷയം വലിയ ഒരു പ്രശ്നമാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിസ്സാരമായ ഒരു കാര്യമല്ല. അതിൽ വലിയ കോൺട്രവേഴ്സികൾക്ക് സാധ്യതയുണ്ട്. ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു, അത് വഖഫ് ഭൂമിയല്ല. മുസ്ലിം ലീഗിന് അഭിപ്രായമില്ല, അത് വഖഫ് ഭൂമിയല്ലെന്ന് പറയാനും പറ്റില്ല.
ഫാറൂഖ് കോളേജിന്റെ അധികൃതർ പറയുന്നത് അത് വഖഫ് ഭൂമിയല്ലെന്നാണ്. അത് പറയാൻ അവർക്ക് എന്താ അവകാശമുള്ളത്? ഈ മുനമ്പം വിഷയത്തിലെ യഥാർത്ഥ പ്രതികൾ ആരാണ്? വഖഫ് ചെയ്യപ്പെട്ട ഭൂമി ആരാണ് അവർക്ക് വിട്ടുകൊടുത്തത്? ആരാണ് അതിന് രേഖയുണ്ടാക്കിയത്? സമീർ ബിൻ കരീം വിവരങ്ങളുമായി. സമീർ, ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചിട്ടുണ്ട് പല ഘട്ടങ്ങളിലും വഖഫ് ഭൂമിയല്ല മുനമ്പത്തേത് എന്ന്. എന്താണ് KM ഷാജി പറഞ്ഞത്? അനുജ, ഈ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് UDF-ൽ ഭിന്നാഭിപ്രായമുണ്ട് എന്നുള്ളതാണ് ഈ KM ഷാജിയുടെ പ്രതികരണം വ്യക്തമാക്കുന്നത്. KM ഷാജി മലപ്പുറം പെരുവള്ളൂരിൽ ലീഗ് പരിപാടിയിൽ സംസാരിച്ചപ്പോഴാണ് വ്യത്യസ്തമായ അഭിപ്രായം പങ്കുവച്ചത്. അദ്ദേഹം പറയുന്നത് മുനമ്പം വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായമല്ല മുസ്ലിം ലീഗിന് എന്നാണ് KM ഷാജി പറയുന്നത്. മുനമ്പത്തെ ഭൂമി വഖഫിന്റേത് തന്നെയാണ്. മുനമ്പത്തെ ഭൂമി വഖഫിന്റേത് അല്ലെന്ന് പറയാൻ ആർക്കും തന്നെ കഴിയില്ല എന്നുള്ളതാണ് KM ഷാജി വ്യക്തമാക്കുന്നത്. വഖഫ് ഭൂമി ആരാണ് ഈ മറ്റുള്ളവർക്ക് വിട്ടു നൽകിയതെന്ന് കണ്ടെത്തണമെന്നും KM ഷാജി ആവശ്യപ്പെടുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞിരുന്നത് മുനമ്പത്തേത് കേവലം ഭൂമി പ്രശ്നമാണെന്നും അത് വഖഫിന്റെ ഭൂമി അല്ല എന്നുള്ളതുമായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ KM ഷാജി നിലപാട് വ്യക്തമാക്കുന്നത്. മുനമ്പം ഭൂമി പ്രശ്നത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ നിലപാടല്ല ലീഗിന് എന്നതാണ് KM ഷാജി വ്യക്തമാക്കിയത്. മുനമ്പത്തേത് വഖഫ് ഭൂമി തന്നെ എന്നതാണ് അദ്ദേഹത്തിന്റെ നിലപാട്. സ്വപ്ന സാഫല്യത്തിന്റെ ചിറകിലേറി ആലപ്പുഴ സ്വദേശി ഗീത ദുബായിലേക്ക് തിരിച്ചു. 24 ആലപ്പുഴ പ്രേക്ഷക സമ്മേളനത്തിലാണ് വിമാനത്തിൽ യാത്ര ചെയ്യണമെന്ന ആഗ്രഹം ഗീത പ്രകടിപ്പിച്ചത്. ഓഡിറ്റർ മൗണി ആനന്ദ ശിവമാണ് യാത്രയുടെ ചെലവ് ഏറ്റെടുത്ത് ഗീതയുടെ ആഗ്രഹം നിറവേറ്റിയത്. മൂന്നാം വയസ്സിൽ പോളിയോ ബാധിച്ച ആലപ്പുഴ സ്വദേശിനി ഗീത. അച്ഛനും അമ്മയും 5 സഹോദരങ്ങളും ചെറുപ്പത്തിലേ മരിച്ചു. ശരീരത്തിന്റെ ഒരു വശം തളർന്ന ഗീത ഇക്കാലമത്രയും ഒറ്റയ്ക്കാണ് ജീവിച്ചത്. ഗീതയുടെ ജീവിതകഥ 24 റിപ്പോർട്ടർ അശ്വിൻ പാലാഴിയാണ് 24 പ്രേക്ഷകരുടെ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ എത്തിച്ചത്. ചേച്ചി, ഞാനിപ്പോൾ ഇവിടെ അടുത്തുള്ള ആളുകളോടൊക്കെ ചോദിച്ചപ്പോൾ, ചേച്ചി അറിയാവുന്നവരോടൊക്കെ ചോദിച്ചപ്പം ചേച്ചിക്ക് ഒരു വലിയ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. കുറേ നാളായിട്ട്. എന്താ അത്? എനിക്ക് പ്ലെയിനിൽ യാത്ര ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. യാത്രകൾ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. രാജ്യങ്ങളിലെ പ്രദേശങ്ങൾ കാണുക എന്നുള്ള എൻ്റെ വലിയൊരു ഇഷ്ടമാണ്. സമ്മേളനവേദിയിൽ വെച്ച് ആഗ്രഹത്തിന് 24 കുടുംബാംഗം കൂടിയായ മണി ആനന്ദശിവമാണ് ചിറകു നൽകിയത്. ഇതാജി നമ്മുടെ ഓഡിറ്ററാ മോനി സാറ്. മോനി സാറ് അവിടെ കൊണ്ടുപോകും. വളരെ സന്തോഷമുണ്ട്. ദുബായിക്ക് നിങ്ങളെ നമ്മൾ കൊണ്ടുവരികയും. 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായരാണ് ഗീതയ്ക്ക് വിസയും മറ്റ് രേഖകളും കൈമാറിയത്. ഇപ്പോൾ ആദ്യ വിമാനയാത്ര നടത്തുന്നതിന്റെ ത്രില്ലിലാണ്. പുലർച്ചെ 4 മണിയോടെ ആലപ്പുഴ ചേർത്തലയിലെ വീട്ടിൽ നിന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് ഗീത യാത്ര തിരിച്ചു. 2 ദിവസത്തേക്ക് ദുബായിലേക്കാണ് യാത്ര. തന്റെ സന്തോഷം 24നോട് ഗീത പങ്കുവച്ചു. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട്. അപ്പം അത് എന്താ ഫീലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത്രയധികം സന്തോഷമുണ്ട്. ഞങ്ങളുടെയൊക്കെ ഈ എളിയ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കാര്യം സാധിക്കുക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. സാറിനെ കാണണം, സംസാരിക്കണമെന്നുള്ള എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. അത് ഇതുവഴി നടന്നു. ഒന്നല്ല, ഇപ്പോൾ 2 പ്രാവശ്യം സാറിൻ്റെ അടുത്ത് വരാൻ പറഞ്ഞ് പറ്റി. ഏറ്റവും കടപ്പാടും നന്ദിയും ഞാൻ സാറിനോട് കടപ്പെട്ടിരിക്കുന്നു ഈ ഒരു കാര്യത്തിൽ. ഗീതയ്ക്ക് 24ന്റെ യാത്രാമംഗളങ്ങൾ. 24 ആലപ്പുഴ. ഈ 24 ഇൻവെസ്റ്റിഗേഷനിലേക്കാണ്. മരണക്കുരുക്കാകുന്ന വായ്പാ കെണികളെക്കുറിച്ചാണ് ഇന്നത്തെ 24 അന്വേഷണം. പാലക്കാട് ചിറ്റൂരിൽ മാത്രം വായ്പാ കുടിശ്ശിക അടയ്ക്കാൻ കഴിയാത്ത മനോവിഷമത്തിൽ കഴിഞ്ഞ 1 വർഷത്തിനിടെ ആത്മഹത്യ ചെയ്തത് 5 പേരാണ്. തിരിച്ചടവിന്റെ പേരിൽ വീട്ടിലെത്തി ഏജന്റുമാർ നടത്തുന്ന അസഭ്യവർഷമാണ് പലരെയും ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്ന് ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായി. ബുദ്ധിമുട്ടിക്കാനാണെങ്കിൽ നിങ്ങൾ അത് ചെയ്യൂ. ഈ വീട് നോക്കൂ. ഈ വീട് നോക്കിയിട്ട് നിങ്ങൾ പറയൂ ഇവരിനെ നിങ്ങൾ എങ്ങനെയാണ് കൊള്ളയടിക്കുന്നത്. നിങ്ങൾ ഇവിടെ വന്നിട്ട് അനാവശ്യം പറയുന്നുണ്ടല്ലോ. അനാവശ്യം ഇത് വെച്ചിട്ട് ഇനിയൊക്കെ കൊട്ടുക വന്നിട്ട് പണം തരി പെൻഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടൊക്കെ. അപ്പം ഞാൻ എൻ്റെ കയ്യിലൊന്നുമില്ല. നിങ്ങൾ എവിടെയും പോയി തിരിച്ചിട്ട് വരി. നിങ്ങൾ എവിടെയെങ്കിലും പോകി തിരിച്ചിട്ട് വരും. ഞങ്ങൾ പോകുമല്ലോ, ഇവിടെ തന്നെ ഇരിക്കുന്നു. ഇപ്പോൾ ഞാനുള്ള ചിറ്റൂരിൽ കഴിഞ്ഞ 1 വർഷത്തിനിടെ 5ഓളം പേരാണ്
ലോൺ വായ്പാ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്തത്. എന്താണ് യഥാർത്ഥത്തിൽ ഇവർക്ക് സംഭവിച്ചത്? ലോൺ തിരിച്ചടവ് മുടങ്ങിയാൽ പിന്നീട് എന്തായിരിക്കും പ്രത്യാഘാതം? 24 അന്വേഷിക്കുകയാണ്. കാര്യമായ രേഖകളോ ഈടോ വേണ്ട. ജാമ്യക്കാരുണ്ടെങ്കിൽ നിമിഷ നേരം കൊണ്ട് 1 ലക്ഷം രൂപ വരെയുള്ള ലോൺ റെഡി. പക്ഷേ പിന്നീടുള്ള തവണകളാണ് വെല്ലുവിളി. കർഷകരും ദിവസവേതനക്കാരും കൂടുതലുള്ള ചിറ്റൂർ മേഖലയിൽ മാത്രം തമിഴ്നാട്ടിൽ നിന്നുള്ളതടക്കം 30-ലധികം വായ്പാ സംഘങ്ങളാണ് പ്രവർത്തിക്കുന്നത്. തിരിച്ചടവ് മുടങ്ങിയാലോ പണം വാങ്ങാൻ വീട്ടിലെത്തുമ്പോൾ സ്ഥലത്തില്ലെങ്കിലോ ഏജന്റുമാരുടെ തനി നിറം പുറത്തുവരും. അങ്ങനെ തന്നെ നീ ഇനി ഇവിടെ വരുമോ നോക്കട്ടെ. നീ വാ വാ, ഞാൻ കാണിച്ചു തരാം എന്താണ് ചെയ്യേണ്ടത്. ഞാൻ കാണിച്ചു തരാം. അവരിപ്പോൾ തന്നെ വേണം പറഞ്ഞിട്ട് അവരെ ഭീഷണിപ്പെടുത്തും. എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിൽ സംസാരിക്കും. ഒരു ഇപ്പം തന്നെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ല പറഞ്ഞാലും കുട്ടികളെ ചീത്ത പറഞ്ഞിട്ട് ചില സമയത്ത് അവർ വൈകിട്ട് വരും. പറഞ്ഞ് അമ്മ പൈസ ഇല്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. എനിക്കിപ്പോൾ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അവരിവിടെ തന്നെ വെയിറ്റ് ചെയ്തിട്ടിരിക്കും. കുട്ടികളെന്നോ പ്രായമായവരെന്നോ വ്യത്യാസം കാണില്ല. അപമാനിതരാക്കിയേ മടങ്ങൂ. അപമാനം സഹിക്കവയ്യാതെ പലരും ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്നു. ഭീഷണിപ്പെടുത്തുക പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ അവർ പറയുന്നത് നിങ്ങൾ വാങ്ങി തിന്നതല്ലേ, തന്നൂടെ തരണം എന്ന് പറഞ്ഞ് വീടിൻ്റെ മുമ്പിൽ കുത്തിയിരുന്ന് പല ഭാഗങ്ങളിലും ആത്മഹത്യകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ ഈ 1 വർഷത്തിനുള്ളിൽ തന്നെ ഈ ചിറ്റൂർ താലൂക്കിൽ മാത്രം 5-ൽ കൂടുതൽ ആത്മഹത്യകൾ നടന്നു. ഒരു കണക്കുമില്ലാതെയാണ് പല ഏജന്റുമാരും പലിശ ഈടാക്കുന്നത്. വീട്ടമ്മമാരായ സ്ത്രീകളെ അടക്കം ചൂഷണം ചെയ്താണ് വായ്പ എടുപ്പിക്കുന്നത്. പിന്നീടാകട്ടെ കാണിക്കുന്നത് കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരതയും. 16 വായ്പകൾ വരെ സ്വന്തം പേരിലുള്ള വീട്ടമ്മമാർ മേഖലയിലുണ്ടെന്ന് ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായി. മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളുടെയും NBFCകളുടെയും പ്രവർത്തനങ്ങൾക്ക് സർക്കാർ ഒരു മാർഗരേഖ കൊണ്ടുവന്നില്ലെങ്കിൽ അത് ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പ്. അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഈ ആത്മഹത്യകളെല്ലാം. രാജീവ് സുദേവനൊപ്പം ചിറ്റൂരിൽ നിന്ന് നിഖിൽ പ്രമേഷ്, 24. കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് വ്യവസായി മുഹമ്മദ് ആട്ടൂർ തിരോധാന കേസ് CBIക്ക് കൈമാറണമെന്ന് കുടുംബം. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്ന് മാമയുടെ സഹോദരനും സഹോദരിയും 24നോട് പറഞ്ഞു. മറ്റ് കേസുകളെപ്പോലെ സത്യം കണ്ടെത്താൻ ആഭ്യന്തര വകുപ്പിന് ആർജവമില്ലെന്ന് കുടുംബം കുറ്റപ്പെടുത്തി. 24 എക്സ്ക്ലൂസീവ്. 2023 ആഗസ്റ്റ് 21-നാണ് മുഹമ്മദ് ആട്ടൂരിനെ കോഴിക്കോട് നിന്നും കാണാതാകുന്നത്. ആദ്യം നടക്കാവ് പോലീസും പിന്നീട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും അന്വേഷണം നടത്തിയെങ്കിലും ഒരു തുമ്പ് പോലും കണ്ടെത്താനായില്ല. ഒടുവിൽ കോടതി ഇടപെടലിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്നത്. എന്നാൽ കഴിഞ്ഞ 4 മാസമായി നടക്കുന്ന അന്വേഷണത്തിൽ ഒരു പുരോഗതിയുമില്ലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. കേസ് തേച്ചുമാച്ച് കളയാൻ ഉന്നത ഇടപെടൽ ഉണ്ടാകുന്നുവെന്ന സംശയത്തിൽ കുടുംബം ഉറച്ചു നിൽക്കുന്നു. 3 മാസത്തോളമായിട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട്. അന്വേഷണത്തിൻ്റെ നല്ല രീതിയിൽ പോകുന്നുണ്ടെന്നുള്ളത് അവർ പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ എന്താണ് അപ്ഡേറ്റ്സ്, വിവരങ്ങൾ, അതിൻ്റെ റിസൾട്ട് എന്തായി, എന്തെങ്കിലും ലീഡിൽ അവരെത്തിയോ എന്നുള്ളത് നമ്മളോടൊന്നും ഡിസ്ക്ലോസ് ചെയ്തില്ല. അതിൻ്റെ ഒരു ആശങ്കയും ആദ്യമൊക്കെ നമുക്കുണ്ട്. ആദ്യഘട്ടങ്ങളിലെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ശരിക്കും ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിൽ ആരാണ് ഇതിൽ ഇടപെട്ടതെന്ന് ശരിക്കും നമുക്ക് മനസ്സിലാവും. CBI അന്വേഷണത്തിലാണ് കുടുംബത്തിന്റെ ഇനിയുള്ള പ്രതീക്ഷ. ഹൈക്കോടതിയിൽ ഇതിന്റെ പ്രാരംഭ നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. തുടർ നടപടിക്കായി വീണ്ടും കോടതിയെ സമീപിക്കുമെന്നും കുടുംബം വ്യക്തമാക്കി. CBI അന്വേഷണത്തിന് തന്നെ നമ്മൾ മുന്നോട്ട് പോകും. ഫസ്റ്റ് സ്റ്റെപ്പൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് അന്വേഷണം അത്രത്തോളം അവരെയും ബ്ലോക്ക് ചെയ്യപ്പെടാൻ ചാൻസുകളുണ്ട്. അത് ഞങ്ങൾ ഇതാക്കുന്നുണ്ട്. CBIക്ക് പോലുള്ള അന്വേഷണങ്ങൾ ഞങ്ങൾ കൊടുക്കാൻ ഞങ്ങൾ കോടതി കൊടുത്തിട്ടുണ്ട്. അതിന് ടൈം കൊടുത്താണ് പൂർത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിനെയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റീവ് ടീം തലവനായ SP S ശശിധരൻ കേസ് CBIക്ക് കൈമാറണമെന്ന് നേരത്തെ DGP അറിയിച്ചിരുന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കടുത്ത അതൃപ്തരാണ് കുടുംബം. കേസ് CBI ഏറ്റെടുത്താൽ മാമിക്ക് എന്ത് സംഭവിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനാകുമെന്ന് കുടുംബം പ്രതീക്ഷിക്കുന്നു. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. നടൻ കാളിദാസ് ജയറാമനും സുഹൃത്ത് താരിണി കലിംഗരായർക്കും പ്രണയസാഫല്യം. ഗുരുവായൂർ ക്ഷേത്രനടയിൽ വെച്ച് ഇരുവരും തമ്മിലുള്ള വിവാഹം നടന്നു. വധൂവരന്മാരുടെ കുടുംബാംഗങ്ങൾക്കൊപ്പം സിനിമ, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കാളികളായി. ദീർഘനാളത്തെ പ്രണയത്തിനു ശേഷം കാളിദാസും താരിണിയും താലി ചാർത്തി വരണമാല്യമണിഞ്ഞ ഒന്നായി. ഇനി ഒരുമിച്ചുള്ള യാത്ര, പുതിയ ജീവിതം.
രാവിലെ 7:15-നും 8-നും ഇടയിലുള്ള മുഹൂർത്തത്തിൽ ഗുരുവായൂർ അമ്പലനടയിൽ വിവാഹം. കാളിദാസിന്റെയും താരണിയുടെയും കുടുംബാംഗങ്ങളും അടുത്ത ബന്ധുക്കളുമാണ് ചടങ്ങിൽ പങ്കെടുത്തത്. മന്ത്രി മുഹമ്മദ് റിയാസ്, കേന്ദ്രമന്ത്രിയും ചലച്ചിത്ര താരവുമായ സുരേഷ് ഗോപി, സംവിധായകൻ മേജർ രവി തുടങ്ങിയവരും വധൂവരന്മാരെ അനുഗ്രഹിക്കാനെത്തിയിരുന്നു. മാതാപിതാക്കൾ എന്ന നിലയിൽ വലിയ സന്തോഷം നിറഞ്ഞ നിമിഷമെന്ന് ജയറാമും പാർവതിയും പ്രതികരിച്ചു. അത്രയധികം സന്തോഷം, പ്രത്യേകിച്ച് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ വെച്ച് നിന്ന് താലി കണ്ണന് കാരുവിൻ്റെ കഴുത്തിൽ താലി ചേർക്കാൻ കഴിഞ്ഞില്ല. എത്ര സന്തോഷം! വളരെ സന്തോഷമുണ്ട്. സന്തോഷം എന്ന് പറഞ്ഞാൽ പോരാ, ഈ ഒരു വർഷം ഭയങ്കര ഹെക്റ്റിക്കായിരുന്നു. 2 നിശ്ചയം, പിന്നെ 2 കല്യാണം, എല്ലാം നന്നായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നന്നായിട്ട് നടത്താം. ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമായി ഈ മാസം 11-ന് ചെന്നൈയിൽ വിപുലമായ വിവാഹ സൽക്കാര വിരുന്നൊരുക്കും. 24 തൃശൂർ. ഇപ്പോൾ വരുന്ന വാർത്ത അബ്ദുൾ റഹീമിന്റെ മോചനം ഉടൻ ഉണ്ടാകില്ല എന്നതാണ്. കേസ് വീണ്ടും മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളത്. കഴിഞ്ഞ തവണയും കേസ് മാറ്റിവെക്കുകയായിരുന്നു. നിരാശാജനകമായ വിവരമാണ് ഇപ്പോൾ സൗദിയിൽ നിന്ന് വരുന്നത്. ഇന്ന് മോചന ഉത്തരവ് ഉണ്ടാകില്ല, വിധി പറയാൻ മാറ്റിയിരിക്കുന്നു. സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചന ഉത്തരവാണ് ഇന്നുണ്ടാകില്ല. അതിനുള്ള പ്രതീക്ഷയിലായിരുന്നു നമ്മളെല്ലാവരും. പബ്ലിക് പ്രോസിക്യൂഷൻ സമർപ്പിച്ച വാദങ്ങൾ ഖണ്ഡിച്ച് സമർപ്പിച്ച വിശദാംശങ്ങൾ കോടതി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്. വിധി പറയാൻ കേസ് മാറ്റിവെച്ചു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിശദാംശം. രാഹുൽ സുരേഷാണ് വിവരങ്ങളുമായി ചേരുന്നത്. രാഹുൽ, ഇപ്പോൾ അവിടെ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അബ്ദുൾ റഹീം നിയമസഹായ സമിതി എന്നതാണ് അറിയാൻ കഴിഞ്ഞത്. വീണ്ടും നിരാശയാണ്. ഇത് മാറ്റിവെച്ചിരിക്കുന്നു എന്നത് ഉൾപ്പെടെ എന്തൊക്കെ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്? കൃത്യമായ കാര്യങ്ങൾ വിശദീകരിക്കാനും പറയാനും വേണ്ടി അവിടുത്തെ നിയമസഭാ സമിതിയുടെ ചെയർമാൻ കൂടിയായ പ്രിയപ്പെട്ട CP മുസ്തഫ സാറോടാണ് അദ്ദേഹത്തെ ക്ഷണിക്കുക. നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ച ഒരു വിധിയല്ല എന്ന് വന്നത്. താൽക്കാലികമാണെങ്കിലും അടുത്ത് തന്നെ പുതിയ തീയതി ഏതാനും കുറഞ്ഞ മണിക്കൂറുകൾക്ക് ശേഷം അത് കിട്ടുന്നതാണ്. ആ സമയം അതിനുശേഷം അത് നമുക്ക് അറിയാൻ കഴിയും എന്നാണ് അടുത്ത സിറ്റിംഗ് എന്നുള്ള. അവിടുത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ ആണ് ഇതിന് അനുമതി നൽകേണ്ടത്. അവരുടെ ഭാഗത്തു നിന്നുള്ള ഇതിന് കാത്തിരിപ്പാണ്. അവരാണ് ഇതിനെ ക്രോസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുള്ള കുറച്ച് പേപ്പറുകളുണ്ട്. അതും കൂടി ഹാജരാക്കി കഴിഞ്ഞാൽ മാത്രമേ അടുത്ത സിറ്റിങ്ങിൽ അത് ക്ലിയർ ആവും എന്നുള്ളത് തന്നെയാണ്. ഞങ്ങളൊക്കെ അത് പ്രതീക്ഷിക്കണം. ഞാൻ ഇപ്പോൾ റിയാദിൽ നിന്ന് ഇന്നലെ മിഞ്ഞാന്ന് വന്നാണ്. ഇന്ന് തന്നെ തിരിച്ചു പോവുകയാണ്. വേറെ ആവശ്യത്തിന് വന്നതായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഓരോരോ കാര്യങ്ങളും അതിൻ്റെ ആ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥക്കനുസരിച്ച് മാത്രമേ നടക്കുള്ളൂ. നമ്മൾ പ്രതീക്ഷിക്കാം, പക്ഷേ ആ രാജ്യത്തിൻ്റെ ഒരു നിയമമുണ്ട്. ആ നിയമത്തിനനുസരിച്ച് മാത്രമേ ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുള്ളൂ. ഇന്ന് വിധിൻ്റെ ഇത് മാറ്റിയേക്കാണ്ടായ കാരണം ഇത് തന്നെ. പബ്ലിക് പ്രോസിക്യൂട്ടർ അവർ എന്തോ ചോദിച്ച ആ ചോദ്യത്തിന് നമ്മളെ വക്കീൽ അതിൻ്റെ വേണ്ട രീതിയിലുള്ള പേപ്പറുകൾ ഇനി അടുത്ത സിറ്റിങ്ങിൽ ഹാജരാക്കാൻ കഴിയുള്ളൂ. കാരണം ഒറ്റയടിക്ക് അപ്പം തന്നെ ഹാജരാക്കാൻ പറ്റാത്ത രീതിയിലുള്ള എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അതിലുണ്ടാകുന്ന കാലതാമസം ഇനി തരുന്ന ഡേറ്റ് 2-3 ആഴ്ച കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ഡേറ്റ് കിട്ടുന്നതാണ്. അതോടുകൂടി ഇൻഷാ അല്ലാഹ് ഈ പ്രശ്നത്തിന് പരിഹാരമാവും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. കുറച്ച് കഴിഞ്ഞാൽ മാറ്റാനുണ്ടായത് സാങ്കേതികമായ കാരണമാണ്. ഇപ്പോൾ അവിടെ ഇന്നത്തെ സിറ്റിങ്ങിൽ കാര്യമായി അവർ ചർച്ച ചെയ്ത് പ്രോസിക്യൂഷൻ നേരത്തെ മുന്നോട്ട് വെച്ച വാദങ്ങളായിരുന്നു. ആ വാദങ്ങൾ നമ്മുടെ വക്കീൽ അതിനെ എതിർത്തുകൊണ്ടുള്ള ഒരു രീതിയാണ് വന്നത്. അതായത് കോടതിയിലും കോമൺ ആയിട്ടുള്ള കാര്യങ്ങളിൽ എതിർവാദം പ്രകടിപ്പിക്കുകയും എന്നുള്ള വിവരമാണ് സൗദിയിൽ നിന്ന് വരുന്നത്. അതിൽ പ്രധാനമായി സാങ്കേതിക കാരണങ്ങൾ തന്നെയാണ് ഇക്കുറിയും ചൂണ്ടിക്കാട്ടുന്നത്. ഇത്തവണ പറയുന്നത് പബ്ലിക് പ്രോസിക്യൂഷൻ നേരത്തെ ഉന്നയിച്ച വാദങ്ങൾ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് അഭിഭാഷകൻ സമർപ്പിച്ച വാദങ്ങൾ അത് കോടതി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിന്മേലുള്ള വിശദമായ പരിശോധനയ്ക്ക് ശേഷം കോടതി വിധി പറയും എന്ന തരത്തിലേക്കാണ് സാങ്കേതിക കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി വീണ്ടും മോചന ഉത്തരവ് നൽകുന്നത്. അത് എന്താണ് കോടതിയുടെ ഉത്തരവ് എന്നത് അറിയില്ല. എന്തായാലും ആ ഉത്തരവ് വീണ്ടും മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ള
എന്നുള്ളതാണ് റിയാദിൽ നിന്ന് വരുന്ന വിവരം. നിരാശാജനകമാണ്. ഇപ്പോൾ നിയമസഹായ സമിതി മാധ്യമങ്ങളോട് പറയുന്നത് പ്രതീക്ഷിച്ച തരത്തിലേക്ക് ഒരു വാർത്തയല്ല അവിടെ നിന്ന് വരുന്നത് എന്നതാണ്. വീണ്ടും ഇനിയിപ്പോൾ എന്നാകും പുതിയ തീയതി എന്നൊക്കെയുള്ളത് അത് ഉടൻ അറിയാൻ കഴിയുമെന്നുള്ളതാണ് റിയാദ് സഹായ സമിതി മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ഇനി ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകൾ. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. വാർത്താമഴ അവസാനിക്കുകയാണ്.